പൊതിച്ചോറിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത്. ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ പറയൂ, അല്ലാതെ കൊഞ്ഞണം കുത്തരുത്. ചോദിക്കാനുണ്ടോ ചോദിക്ക്, അല്ലാതെ ഒന്ന് കൊഞ്ഞണം കുത്തരുത്. ബിജെപിയുടെ ചോദ്യം അല്ലാതെ കൊഞ്ഞണം കുത്തി പേടിക്കുന്ന പാർട്ടിയാണ് കേട്ടോ. ഡിവൈഎഫ്ഐക്കാരെ മുഷ്ടി ചുരുട്ടിയ പേടിക്കുന്ന പാർട്ടിയല്ല. ആരും നിൽക്കണമുള്ള ഫ്ലാഷ് ബാക്ക്. 25 വർഷത്തെ വികസന നേട്ടം കേരളത്തിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ LDF തുടരും, നാട് വളരും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ വി പാർക്ക് തന്നെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. മുമ്പ് ഇവിടെയുള്ളവർക്കറിയാം, സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. അതെല്ലാം മാറി ചെറുപ്പക്കാർക്കും വീട്ടമ്മമാർക്കും സഹോദരന്മാർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന, സൗഹൃദം പങ്കിടാൻ കഴിയുന്ന, നൈറ്റ് ലൈഫിൻ്റെ എല്ലാം ഒരു ഇടമായി ഈ വി പാർക്കിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് മുതലുള്ള ഇപ്പം കുരീപ്പുഴ ചണ്ടി ഡിപ്പോ ആയിരുന്നെങ്കിൽ അതിപ്പോൾ പൂങ്കാവനവും അതോടൊപ്പം IT പാർക്കായി മാറാൻ പോകുന്നു. കൊല്ലത്തങ്ങനെ വലിയ വികസനമാണ് ഓരോ മേഖലയ്ക്കകത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൊല്ലത്തിന് ചരിത്രാതീത കാലം മുതലേ ഉള്ളൊരു വലിയ വികസനമുണ്ട്, വലിയൊരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിനെ വളർത്തുന്ന വിധത്തിലുള്ള ഇപ്പം അഷ്ടമുടി കായലിൻ്റെ സംരക്ഷണം ഉൾപ്പെടെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതി, വിശപ്പ് രഹിത നഗരമായി ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പദ്ധതി, ഇതെല്ലാം ഈ കൊല്ലം കോർപ്പറേഷനിൽ LDF ആരംഭിച്ചിട്ടുള്ളതാണ്, തുടർന്ന് വരുന്നതാണ്. ആ ഒരു തുടർച്ച ഉറപ്പായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും LDFന് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. ഞാനിത് കേട്ടപ്പോൾ ചിന്താ ജെറോമിൻ്റെ മനസ്സിൽ തോന്നിയ ചില ആഗ്രഹങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു എന്നുള്ളതല്ലാതെ കൊല്ലം നഗരത്തിൽ താമസിക്കുന്നവരും കൊല്ലം പ്രദേശത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഈ പറയുന്നതിൻ്റെ വിഷയത്തെക്കുറിച്ച് തന്നിയ ബോധ്യമുണ്ടാകും. 25 ശരിക്കും പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് മാത്രമല്ല, 3 ദശാബ്ദമാണ് കൊല്ലം നഗരം LDF ഭരിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് 5 വർഷത്തെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ആദ്യ അവസാനത്തെ ചർച്ചാ വിഷയം കൊല്ലത്തെ മാലിന്യ പ്രശ്നം, രണ്ടാമത്തെ പ്രശ്നം കൊല്ലത്തെ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു തെരുവ് വിളക്ക് പരിപാലനം. തെരുവ് വിളക്ക് പരിപാലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു കൗൺസിലെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എല്ലാ കൗൺസിലുകളിലും നിരന്തരമായി സംസാരിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പം ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി. പക്ഷേ അഷ്ടമുടി ജീവനുമല്ല, ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ് അഷ്ടമുടി. ഈ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 30 വർഷം നടന്നിട്ടുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ടൗൺ ഹാൾ നിൽപ്പുണ്ട്. ബിനിലെ ഈ ടൗൺ ഹാൾ നവീകരിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 6ഓ 7ഓ തവണയാണ്. ഇവിടുത്തെ ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറുടെ മകൾക്ക് എപ്പോൾ കല്യാണത്തിന് സാഹചര്യം ഒഴുകുന്നോ അതിന് തൊട്ട് മുമ്പ് ടൗൺ ഹാൾ നവീകരിക്കും. 56 ലക്ഷം രൂപയ്ക്ക് ഇപ്പം നവീകരിച്ച് കഴിഞ്ഞപ്പോൾ നിലവിലെ മേയറുടെ മകളുടെ കല്യാണം പെട്ടെന്ന് നടന്നു. കേരളത്തിൽ പിണറായി വിജയൻ അതിദരിദ്രരെ കണ്ടുപിടിച്ച് അവരെ ആ പട്ടികയിൽ നിന്നും നീതി ആയോഗ് മുമ്പോട്ട് വയ്ക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലുള്ള അതിദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്. ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നത്, കൊല്ലം നഗരത്തിൽ എവിടെയെങ്കിലും മാലിന്യം സംസ്കരിക്കുവാൻ, മാലിന്യം ശേഖരിക്കുവാനുള്ള സംവിധാനമുണ്ടോ? ആകെ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിച്ചാൽ പോളത്തോടുണ്ട് ശ്മശാനത്തില്. അപ്പം മാത്രമല്ല, ആശ്രാമം മൈതാനത്ത് ചത്താപ്പോലും സമാധാനം കൊടുക്കത്തില്ല. ചത്താപ്പോലും സമാധാനമില്ല. ഞങ്ങളുടെ MLA മുകേഷ് സാറാണ്. കണ്ടിട്ടില്ല. മുമ്പ് TV-യിൽ കാണുമായിരുന്നു, ഇപ്പൊ അതും കാണാറില്ല. അറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്തിയത്.
വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക്, വീട്ടിലെ കാണാപ്പണികൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ, വീട്ടിലെ കാണാപ്പണികൾ ചെയ്തുകൊണ്ടിരുന്ന 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ ദരിദ്രരായ വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ച് അവർക്ക് കിട്ടുകയാണ്. അവരുടെ അഭിമാന ബോധം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും കൊല്ലം കോർപ്പറേഷനിൽ നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഇവിടെ കൊല്ലം കോർപ്പറേഷനാണ് ചർച്ചാ വിഷയം. കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി വിഹിതമായി വകയിരുത്തിയ 15ാം ധനകാര്യ കമ്മീഷന്റെയോ അമൃത് പദ്ധതിയുടെയോ ജൽജീവൻ മിഷന്റെയോ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പദ്ധതി വിഹിതം കൊടുക്കാത്തതിന്റെ ഒരു സോളിഡ് പ്രൂഫ് ചിന്തയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുമോ? ചിന്ത ഞാൻ വെല്ലുവിളിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള പദ്ധതി ഏത്? പദ്ധതിയുടെ വിഹിതം എത്ര രൂപ? ചിന്തയ്ക്ക് പറയാമോ? എന്താ ഉറക്കം വരുന്നു? ഞങ്ങൾക്ക് വളരെ കൃത്യമായ കണക്കുണ്ട്. ഞങ്ങളുടെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പ്രവർത്തനത്തെയും എത്രയോ നാളായി നമുക്ക് കിട്ടേണ്ട കേന്ദ്ര അതൊന്നും എനിക്കറിയാൻ മേല. ഏതെങ്കിലും ഒരു പദ്ധതി, ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. അതല്ല ഉദ്ദേശം. കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. അത് നോക്കണ്ട. ചിന്ത പറയും. അദ്ദേഹമല്ലേ ഡിബേറ്റ് ചെയ്യുന്നത്? ഇത്ര അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാ? നിങ്ങൾ ചോദ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയമായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇത് പാലക്കാട് തൊട്ട് തുടങ്ങിയ ഒരു തന്ത്രമാണ്. ജനപക്ഷത്ത് നിന്ന് നിലപാടെടുക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ BJPയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അറ്റാക്ക് ചെയ്യാൻ വന്ന ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങൾ പാലക്കാട് തൊട്ട് തുടങ്ങിയ ഭീഷണിയാണ്. ആ ഭീഷണി ഇനി കൊല്ലത്ത് നടപ്പിലാക്കി എടുക്കാവുന്ന BJPയുടെ പ്രവർത്തകർ വെറുതെ കിടന്ന് ഉരുളാദാശനെ തന്ത്രമാണ്. തന്ത്രത്തിൽ വീഴണ്ട. അവിടെ നിന്നല്ലേ ചോദിച്ചത്. ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമോ? ഞാൻ പറഞ്ഞോളാം. ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏത് പദ്ധതി? അമൃതാണോ, ജൽജീവനാണോ, സൗഭാഗ്യ യോജനയാണോ, ആവാസ് യോജനയാണോ? ഏത് പദ്ധതി? ഇനി കക്കൂസ് പണിയാനാണോ? ഏത് പദ്ധതി? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എത്ര കോടി രൂപയാണ് അമൃത് പദ്ധതി കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്? അല്ല പറയട്ടെ, രേഖ കാണിച്ചു തരട്ടോ, വിവരാവകാശ രേഖ. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷന് 268.3084 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്? 24 കോടി 51 ലക്ഷത്തി 61,600.
ദിവസങ്ങളിലൊക്കെ കുറച്ച് വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിൻ്റെയൊക്കെ ഭാഗമായി പോയി. അപ്പോൾ ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് പരിതാപകരമാണ്. പാവപ്പെട്ടവര് പൊതിച്ചോറുകൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത്. കിട്ടിയല്ലോ. 14 യുവജനക്ഷേമ കാര്യസമിതി റിപ്പോർട്ട് മാഡം ഇതേണ്ട ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അത് നടപ്പിലാക്കണം. എന്തോ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് പഠിക്കാൻ വേണ്ടി PSCക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നിയമസഭ വെച്ചതാണ്. അത് യു മസ്റ്റ് ബി നോയിങ് ഇറ്റ്. എന്നിട്ട് ഇന്ന് വരെ ഒരു ചെറുപേരിൽ അണക്കിയിട്ടില്ല. 10 വർഷം ആവാൻ പോകുന്നു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അല്ല, അദ്ദേഹം അടിസ്ഥാനരഹിതമായി എനിക്ക് തോന്നി ഈ മാധ്യമങ്ങളിലൊക്കെ പടച്ചുവിടുന്ന കള്ളപ്രചരണങ്ങൾക്ക് വിധേയമായി എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ പറയുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം മൂലം നിയമസഭ നിലവിൽ കൊണ്ടുവന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയ ഫോറമാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ. Because I am a public interest litigant and I know it very well. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താങ്കൾക്ക് കിട്ടിയ വിവരം തെറ്റാണ്. 1 ലക്ഷം വേണോന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയ ആളാണ്. അത് തന്നെ അടിസ്ഥാനരഹിതമാണ്. അടിസ്ഥാനരഹിതമാണ്. ഇന്ന് വരെ ഒരു ചെറിയ വിരൽ അടക്കിയിട്ടില്ല. എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരു സംശയവുമില്ല, LDF തുടരും, നാട് വളരും. വെറുതെ ചിരിപ്പിക്കരുത്.